നമ്മുടെ പടത്തിന്റെ കാര്യം എന്നായി വേണു സാറേ? പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടം അവിടെ ഒരു കുറെ ആക്ഷൻ കുത്തി കയറ്റി നിറച്ചേക്കുന്ന ഒരു സിനിമ. ഈ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തലവേനിക്കും കേട്ടോ. അതുകൊണ്ട് ഒരാള് 2-3 പേര് നല്ല അമൃതാഞ്ജനോ അതൊക്കെ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. അതെ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ചു കൊടുത്ത രീതിയിലായി പോയി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. പാൻ ഇന്ത്യൻ പരിപാടി പ്രതീക്ഷിച്ചു വന്നാൽ പാൻ ഇന്ത്യൻ പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടാവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. വളരെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തില്. വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. ചതിച്ചത് തന്നെ. ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്. പുള്ളി നന്നായി പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ പുള്ളിക്ക് ചേരൂല ഈ വേഷം. ഒട്ടും പുള്ളിക്ക് ഒരു ഓറയില്ല, സ്ക്രീൻ പ്രസൻസും ഇല്ല, ഒരു തേങ്ങയില്ല. അതിനൊരു തീരുമാനമാണ്. നമ്മള് മാർക്കോ പ്രതീക്ഷിച്ചൊന്നും വരല്ലേ, ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. ഏഴേലത്ത് പോയിട്ട് കാൽഭാഗം പോലും ഇല്ല, കാര്യമായിട്ട് വയലൻസും ഇല്ല, ഒന്നുമേ ഇല്ല. 360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ? പടത്തില് പോസിറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഒരു പക്ക ഒരു പ്ലെയിൻ പടം പോലെ തോന്നിയത്. മലയാളത്തിൽ ഇതുവരെ കണ്ട ഒരു ആക്ഷൻ പടം എന്ന് പറയാൻ സാധാ ഒരു ആക്ഷൻ പടം, അത്രേ ഉള്ളൂ. ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു വൻ പരിപാടിയായിരുന്നു. അത് വൻ പരിപാടിയായിരുന്നു, പക്ഷെ പോരാ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി.